ഹായ് ഹലോ, ഇന്നൊരു ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ വാങ്ങിച്ചൊരു ഹാൻഡ് ബാഗിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റിക്കർ ഇരുന്ന് അഴിക്കുന്നുണ്ടോ. വളരെ കൂലങ്കഷമായിട്ട് എന്തോ വലിയ ജോലി ചെയ്യുന്ന പോലെയാണ് ഏട്ടനത് ചെയ്യുന്നത്. ഒരു സമ്മിശ്രമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് ഞാനിത് സെറ്റാക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 10 വർഷങ്ങളോളമായി ഞാൻ എൻ്റെ കരിയറിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്, മക്കളെ വളർത്തുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വീട്ടിൽ തന്നെ ഞാനങ്ങനെ കഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ അതിന് ഒറ്റേക്കൊരു കാരണക്കാരൻ ഈ മനുഷ്യനാണ് കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തത് കൊണ്ട് എനിക്ക് പൈസയുടെ കാര്യത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് മക്കളെ ഇട്ടിട്ട് പോവുക അല്ലെങ്കിൽ ഒരു ജോലിക്കായിട്ട് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ളൊരു വിഷമമുള്ള കാര്യമായിരുന്നു. ഞാൻ കുറേ നാളിവിടെ അതുകൊണ്ട് പി എസ് സി നോക്കാനും ഈ നാട്ടിൽ തന്നെ വളരെ തുച്ഛമായ പൈസയിൽ ജോലി ചെയ്യാനൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. കുഞ്ഞിനെ ഞാൻ പലയിടത്താക്കി ഞാൻ പോയി തുടങ്ങി. പക്ഷേ വളരെ തുച്ഛമായിട്ടുള്ളൊരു കൂലി മാത്രമാണ് നമുക്ക് നാട്ടിൽ ഈ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ജോലിക്ക് കിട്ടുന്നത്. അപ്പം ഫസ്റ്റ് ഞാനൊരു തീരുമാനം എടുത്തു, ഒരു ബെറ്റർ സാലറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ കേരളം വിട്ടോ ഇന്ത്യ വിട്ടോ പോവണം എന്നുള്ളത് എനിക്ക് മുമ്പ് എപ്പോഴോ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് തന്നെ കുഞ്ഞുങ്ങളെ എനിക്ക് അവരൊപ്പം നിന്ന് വളർത്തണം എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറേ പിടിച്ചു നിന്ന്. പക്ഷേ ഇനി ഞാൻ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നുള്ളൊരു റിയലൈസേഷനിലാണ് ഞാൻ പുറത്തിട്ടാണെങ്കിൽ ഒരു പരീക്ഷണം പോലെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് റെഡിയാവുന്നത് കേട്ടോ. എൻ്റെ മൈൻഡൊക്കെ ഒന്ന് റെഡിയാക്കി ആ ഒരു സീനൊന്ന് അക്സെപ്റ്റ് ചെയ്ത് ഒക്കെ വരുന്നതേ ഉള്ളൂ. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല ചിന്തകളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ഒന്ന് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, അതായത് ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കേരളം വിട്ട് പുറത്ത് പോകുന്നത്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ എൻ്റെ മക്കളെ ആദ്യമായിട്ടാണ് പിരിഞ്ഞു നിൽക്കുന്നത്, അതായത് അവരില്ലാണ്ടൊരു ദിവസം കഴിഞ്ഞു പോകുക എന്നുള്ളത് എനിക്ക് അങ്ങനെ ഞാൻ ഇന്നേ വച്ചിട്ടില്ല. കാരണം ഒരു 10 വർഷമായിട്ടുള്ള എൻ്റെ ഒരു റൂട്ടീനാണ് ഇവിടെ ചേഞ്ച് ആവാൻ പോകുന്നത്. ഒരു ചേഞ്ച് എനിക്കും ആവശ്യമാണ് എന്നുള്ളത് സത്യമാണെങ്കിലും എനിക്ക് നല്ലവണ്ണം നെഞ്ചിങ്ങനെ വിങ്ങുന്നുണ്ട്, അത് ഒരു ഭാഗത്ത്. പിന്നെ ഒറ്റയ്ക്കൊരു യാത്ര, ഇത്രയും വലിയ ലഗേജൊക്കെ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് പോയ പല വീഡിയോകളിലും, ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത് കൊണ്ട് ചിലരെങ്കിലുമൊക്കെ ഓർക്കുന്നുണ്ടാവും. എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആളാണ്, എനിക്ക് സ്കോളിയോസിസ് പേഷ്യൻ്റാണ്, എനിക്ക് നട്ടെല്ലിന് വളവുണ്ട്. അപ്പം ഇത്രയും വലിയൊരു ബാഗ് എൻ്റെ കൂലി ആളെന്ന് പറയുന്നത് എൻ്റെ ഏട്ടനാട്ടോ. എവിടെ പോയാലും ബാഗും ലഗേജും ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം എപ്പോഴും ഏട്ടനുണ്ടായിരിക്കും എടുക്കാനൊക്കെ ആയിട്ട്. അപ്പം ഇത് ഞാൻ തന്നെത്താനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കണ്ട് ഞാൻ കുറച്ച് നറൂട്ടോ കാർഡ് ഇപ്രാവശ്യം ബാഗ് വാങ്ങാൻ പോയപ്പോഴത്തേക്കും അവിടെ കണ്ട് ഇവന്മാർക്ക് അവിടെ എവിടെ നിന്നൊക്കെയോ ഇല്ല കാക്കക്കുഞ്ഞുങ്ങൾ പറഞ്ഞു തന്ന പോലെ വന്ന് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അപ്പം ഈ ചെറിയ ബാഗ് ഇലക്ട്രോണിക് സാധനം, അപ്പം ഞാൻ അത് പറയാൻ വന്നത്, ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിലാണ് അവർ ടിക്കറ്റ് എടുത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നത്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. അങ്ങനെ പല ചിന്തകളാണ് മനസ്സിലാട്ടോ ഈ സമയത്ത്. അങ്ങനെ ഒരു കീ ചെയിൻ വാങ്ങിച്ചത് ഈ ബാഗിൽ നിന്ന് ഇടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം അതിന് തന്നെ ഏട്ടൻ വന്ന് ഒന്ന് സെറ്റാക്കി തന്നു കേട്ടോ. അത് പിന്നെ അപ്പം ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി കണ്ടാണ് ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് എൻ്റെ ഭീകരമായ ടെൻഷൻ. അപ്പം അത് ഞാൻ കുറേ ദിവസങ്ങളായിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ, ചാർജർ, ഫോണ്, അതൊക്കെ ഇതുപോലെ ചെറിയ സെപ്പറേറ്റ് ഒരു ബാഗിൽ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റി കേട്ടോ ഈ യാത്രയിൽ. ഞാൻ എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങളും. അങ്ങനെ ഒരാൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാനുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പക്ഷേ ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്ത ശേഷമാണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. എല്ലാവരും പറയുന്നുണ്ട്, പക്ഷേ പലരും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ ഇപ്രാവശ്യത്തെ എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്ന മൊത്തം തുണികളാണ്, ഈ വലിയ ബാഗ് ഫുള്ളും തുണികളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയിട്ട് ഒരു മാസത്തേക്കാണ് ഫസ്റ്റ് മന്ത് പോകുന്നത്. കാരണം ഒരു മാസം കഴിയുമ്പോൾ അവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഒരു മന്ത് അവർക്ക് അത്യാവശ്യമായിട്ടും ടീച്ചറിൻ്റെ ഒരു ഷോർട്ടേജ് വന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ടി വരുന്നത്. പിന്നെ തിരിച്ചു വരാം, പിന്നെ ഒരു 1.5 മന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് വീണ്ടും പഠിപ്പിക്കാനായിട്ട് പോയാൽ മതി. അപ്പം കിട്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ പെറുക്കി വെക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ ടെൻഷനിലാണ്, ഇത്രയും സാധനങ്ങൾ ഞാൻ എങ്ങനെ ചുമന്നോണ്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ള ടെൻഷൻ. പിന്നെ ഇവന്മാരെന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവന്മാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും, പക്ഷേ ഞാൻ കരയത്തില്ല. കാരണം കരഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയണം, ഇപ്പോൾ വന്നു ഞാൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് എനിക്ക് ഉണ്ടാകുന്ന പോലെ അങ്ങ് തോന്നും. അങ്ങനെ തോന്നില്ല കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ കൊണ്ടുപോകാനുള്ള രൂപം കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്ത് തോളലിട്ട് നോക്കിയാണ് എത്ര നേരം എനിക്കിതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട്. അപ്പം ബാക്കി യാത്ര വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ബൈ.